ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹോട്ട്സ്പോട്ട് ടു മച്ച് എന്ന മൂവിയാണ്. 2024 4 സ്റ്റോറികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു മൂവി ഇറക്കിയിരിക്കുന്നത്. രണ്ടിലും കഥ കുറച്ച് ഡിഫറെന്റ് ആണെങ്കിലും ചെറിയ കണക്ഷൻസ് വരുന്നുണ്ട്. ആദ്യത്തെ മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആദ്യത്തെ മൂവിയിൽ എന്താ സംഭവിച്ചെന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഹോട്ട്സ്പോട്ട് ഫസ്റ്റ് മൂവിയിൽ ഷെരീഫ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പ്രൊഡ്യൂസറിന്റെ മകളായ മധുമിതയെ പ്രണയിച്ച ശേഷം അവരുടെ വിവാഹത്തിന് അവളുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ മുന്നിൽ വരികയും ഒരു തിരക്കഥ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കഥ പറയാനുള്ള വ്യാജേനയാണ് അവൻ വന്നത്. പക്ഷെ ആ കഥയിലൂടെ തന്റെയും മധുമിതയുടെയും വിവാഹത്തിന് അയാളെ കൊണ്ട് അവൻ സമ്മതിപ്പിക്കുകയും ചെയ്തു. മധുമിതയുടെ അച്ഛന് ഒരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടെന്ന് അയാളുടെ ഫോൺ സംഭാഷണങ്ങൾക്കിടയിൽ അവൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയും എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തുമാണ് അവരുടെ വിവാഹത്തിന് ആ പ്രൊഡ്യൂസറിനെ കൊണ്ട് അവൻ സമ്മതിപ്പിച്ചത്. അവൻ പറഞ്ഞ 4 കഥകളും ചേർത്തിട്ട് അയാൾ അന്നൊരു സിനിമ ഇറക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തു. ഇപ്പോ ആൾക്കാർ അതിന്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അയാളുടെ അടുത്തേക്ക് ശില്പ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കഥ പറയാൻ വരുന്നു. അവള് സാരി എടുത്ത് വന്നതുകൊണ്ട് പ്രൊഡ്യൂസർ അവളോട് പറയുന്നുണ്ട്, നീ നല്ല മാന്യമായിട്ടുള്ള വേഷമൊക്കെ ധരിച്ചിട്ടാ വന്നത്, അല്ലെങ്കിൽ വേറെ കുറെ എണ്ണം ഫെമിനിസത്തിന്റെ പേരും പറഞ്ഞിട്ട് മര്യാദയില്ലാതെ പല ഡ്രസ്സുകൾ ഇട്ടിട്ട് ഇവിടെ വരുമെന്ന്. എന്നാൽ ശില്പയ്ക്ക് അയാൾ പറയുന്ന കാര്യങ്ങൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെങ്കിലും അവള് കഥയിലേക്ക് കടക്കുന്നു. ഈ മൂവിയിൽ 3 ഡിഫറെന്റ് ആയിട്ടുള്ള കഥകളാണുള്ളത്. ആദ്യത്തെ കഥയില് സത്യ എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ താൻ സ്നേഹിക്കുന്ന ധന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടില് അവളെ പെണ്ണാലോചിച്ച് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അവനാകട്ടെ രാസ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കടുത്ത ആരാധകനായിരുന്നു. സിനിമയിൽ അയാളെ പോലെ അഭിനയിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. കാര്യമായിട്ട് അവന് ജോലിയൊന്നുമില്ല താനും. എന്നാൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ അവനെ ഇൻസൾട്ട് ചെയ്യുന്നു. അവൻ ആരാധിക്കുന്ന ആക്ടറിനെ പറ്റി പോലും അയാൾ മോശമായി പറഞ്ഞതോടുകൂടി അവൻ ആ പെൺകുട്ടിയുടെ അച്ഛനോട് തിരിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ഇയാൾ സമ്മതിച്ചിട്ട് ഈ വിവാഹം നടക്കില്ല എന്നും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇറങ്ങി വാന്നും പറഞ്ഞിട്ടാണ് സത്യ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ജെയിംസ് എന്ന് പറയുന്ന ഒരു പയ്യനെയാണ്. ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇവനാകട്ടെ ദാദ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ കടുത്ത ആരാധകനായിരുന്നു. ഈ രാസ ഫാൻസും ദാദ ഫാൻസും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. പിറ്റേ ദിവസം ഈ 2 ആക്ടേഴ്സിന്റെയും പുതിയ സിനിമ റിലീസ് ആകുന്നുണ്ട്. സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് തന്റെ കസിന്റെ മാരേജ് ആണെന്ന് കള്ളം പറഞ്ഞ് അവൻ ലീവ് ചോദിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടിയില്ല. ആ ദേഷ്യത്തിൽ അവർ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടെന്നും അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുമെന്നും ബോസ് പറഞ്ഞപ്പോൾ ഞാനായിട്ട് പോകുമ്പോഴല്ലേ നോട്ടീസ് പീരീഡ്, നിങ്ങളായിട്ട് പുറത്താക്കിയ അതിന്റെ ആവശ്യമില്ലല്ലോ, ഉടനെ തന്നെ ഡിസ്മിസിൽ തരില്ലേ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അയാൾ അവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കാനും തുടങ്ങി. ഗതികെട്ട് ബോസ് അവനെ പുറത്താക്കി. അങ്ങനെ വീട്ടില് കടത്തിന്റെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പിറ്റേന്ന് ഇഷ്ടപ്പെടുന്ന ആക്ടറിന്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് അവൻ ജോലി വരെ വിട്ടിട്ട് പോയിരിക്കുന്നു. രാധയുടെയും രാസയുടെയും ഒക്കെ സിനിമ റിലീസാവുന്നതിന്റെ അന്ന് ഈ 2 ഫാൻസുകാരും തമ്മിൽ എപ്പോഴും അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു കത്തിക്കുത്ത് വരെ നടന്നിട്ടുണ്ട്. സത്യയുടെ ഇഷ്ടം കൊണ്ട് ധന്യ അവളുടെ വീടെല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യ ഈ ഫാൻസിന്റെ പരിപാടിക്ക് പോകുന്നത് കാരണം ഇവരുടെ ജീവിതം നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത്. 2 പേർക്കിടയിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവനാകട്ടെ എല്ലാത്തിനേക്കാൾ വലുത് രാസ എന്ന് പറഞ്ഞ ആക്ടറാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ജെയിംസിന്റെ കാര്യവും. അവനെ സംബന്ധിച്ച് ദാദ എന്ന് പറയുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആക്ടറായിരുന്നു വലുത്. അങ്ങനെ പിറ്റേ ദിവസം ഈ ദാദയുടെയും രാസയുടെയും സിനിമ റിലീസാകാനിരിക്കെ തലേന്ന് രാത്രിയാകട്ടെ ജെയിംസിന്റെ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛനും അമ്മയും കാണാതാകുന്നു. അതുപോലെ തന്നെ സത്യയുടെ വീട്ടിൽ നിന്ന് അവന്റെ വൈഫ് ധന്യയും കാണാതാകുന്നു. 2 പേരും തങ്ങളുടെ ഫാമിലി അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയം സത്യയ്ക്ക് ഒരു കോള് വരുന്നു. നിന്റെ വൈഫിനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അവന്റെ വൈഫ് ധന്യ ആ സമയം പ്രഗ്നന്റ് ആയിരുന്നു. ആദ്യം അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്റെ വൈഫിനെ വിട്ടുതരണമെന്ന് പറയുമ്പോൾ ആ കിഡ്നാപ്പർ അവനോട് ആവശ്യപ്പെടുന്നത് ഇതായിരുന്നു, നാളെ ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ ഈ നാട്ടിലെ പ്രമുഖ ആക്ടേഴ്സായ ദാദയും രാസയും ഒരുമിച്ച് എന്നെ കോൺഫറൻസ് കോളിൽ വിളിക്കണം, അല്ലെങ്കിൽ അവന്റെ വൈഫിനെ കൊന്നുകളയുമെന്നാണ് ആ കിഡ്നാപ്പർ പറഞ്ഞത്. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ചവൻ നിൽക്കുമ്പോഴാണ് ജെയിംസും കൂട്ടരും ആ വഴി വരുന്നത്. ജെയിംസിനും ഇങ്ങനൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഇതുപോലെ കിഡ്നാപ്പർ കടത്തിക്കൊണ്ടുപോയിട്ട് ദാദയും രാസയും ഒരുമിച്ച് കോൾ ചെയ്തെങ്കിൽ മാത്രമേ അവരെ വെറുതെ വിടൂന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രയും കാലം പരസ്പരം തല്ലിക്കൊണ്ടിരുന്ന അവരാകട്ടെ 2 പേരും ഒരുമിച്ച് തങ്ങളുടെ ഫാമിലി രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. 2 പേരും ആരാധിക്കുന്ന ആക്ടേഴ്സിന്റെ വീടുകളിലേക്ക് പോയിട്ട് അവരോട് ഈ പ്രശ്നം പറഞ്ഞ് കിഡ്നാപ്പർ പറഞ്ഞ പോലെ കോൺഫറൻസ് കോളിൽ വിളിപ്പിക്കാനായിരുന്നു അവർ തീരുമാനിച്ചത്. കാരണം പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ കിഡ്നാപ്പർ ഫാമിലിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ജെയിംസ് ആകട്ടെ ദാദയുടെ വീട്ടിലേക്കും സത്യ രാസയുടെ വീട്ടിലേക്കും പോകുന്നു. പക്ഷേ സെക്യൂരിറ്റി അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് പോലുമില്ല. ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞിട്ട് പോലും അവരാരും കേൾക്കാനും കൂട്ടാക്കിയില്ല. ഒടുവിൽ വീട്ടിനുള്ളിലുള്ള ആ ആക്ടേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് സത്യയും ജെയിംസും പുറത്ത് മൈക്കൊക്കെ വെച്ചിട്ട് അനൗൺസ് ചെയ്തുകൊണ്ട് വരെ പോകുന്നുണ്ട്. പക്ഷേ സെക്യൂരിറ്റി പോലീസിനെ കോൾ ചെയ്ത് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. കാര്യം പോലീസിനോട് പറഞ്ഞപ്പോൾ ഇത് പോലീസിനെ അറിയിക്കാതെ എന്തിനാണ് ആക്ടേഴ്സിന്റെ വീടിന് മുന്നിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് ചോദിക്കുന്നത്. ആക്ടേഴ്സ് എല്ലാം അവരുടെ ഫാൻസ് തങ്ങളുടെ ഫാമിലിയെ പോലെയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഉറപ്പായിട്ട് ഈ ആക്ടേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഈ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോലീസുകാർ അതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവരാരും ഈ ഒരു പ്രശ്നത്തെ അത്ര സീരിയസ് ആയിട്ട് കണ്ടതേയില്ല. ഒരു പോലീസുകാരൻ മാത്രം ഇവരോട് പറയുന്നുണ്ട്, പ്രശ്നം ദാദയിലും രാസയിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സോഷ്യൽ മീഡിയയിലും പരമാവധി
പരമാവധി ഷെയർ ചെയ്യണം. എന്നാലേ മാധ്യമങ്ങൾ കാര്യം ഏറ്റെടുക്കുകയും ദാദയും ഡാസിയും എന്തെങ്കിലും പ്രതികരിക്കുകയും ചെയ്യൂ. അങ്ങനെ ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അന്ന് രാത്രി കൊണ്ട് ആ കാര്യങ്ങൾ നാട്ടിലെങ്ങും അറിയുകയും ചെയ്തു. ദാദയും ഡാസിയും എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയായിരുന്നു ചാനലിൽ ചർച്ച നടക്കുന്നത്. എന്താണെങ്കിലും സംഭവം ആ രണ്ട് ആക്ടേഴ്സിന്റെയും ചെവിയിലെത്തി. അതിൽ ഒരാൾ മലേഷ്യയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരാൾ നാട്ടിലും. തങ്ങളുടെ ഫാൻസിന്റെ ഫാമിലി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും കിഡ്നാപ്പർ പറഞ്ഞ പോലെ കോൺഫറൻസ് കോളിൽ വരുന്നു. കിഡ്നാപ്പർ ആ ഫാമിലിയെ വിട്ടുകൊടുക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഈ ആക്ടേഴ്സിനോട് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ രണ്ട് ആക്ടേഴ്സിന്റെയും സിനിമകൾ റിലീസാകുന്ന സമയത്ത് വലിയ കട്ടൗട്ടുകൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ട്. ഫാൻസ് അതിന്റെ മുകളിൽ കയറി പാലഭിഷേകം നടത്താറുമുണ്ട്. അത്രയധികം ഉയരത്തിൽ ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഫാൻസ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് ഈ അടുത്തിടെ ദാദയുടെ ഫാൻസിൽ ഒരാള് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാസയുടെ ഫാൻസിൽ ഒരാളും മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ആക്ടേഴ്സും തങ്ങളുടെ സ്വത്തിൽ നിന്നും ഒരു നല്ല തുക ആ മരിച്ചുപോയ ഫാൻസിന്റെ കുടുംബത്തിന് കൊടുക്കണം. മരിച്ചുപോയ ഫാൻസിന്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനും അമ്മയായിട്ട് ഏറ്റെടുത്ത് നോക്കുകയും വേണം. അതായിരുന്നു ആദ്യത്തെ നിബന്ധന. രണ്ടാമത്തേത്, കട്ടൗട്ടുകൾക്ക് മുകളിൽ കയറി ഫാൻസ് പാലഭിഷേകം നടത്തുന്നത് പോലെ നിങ്ങളുടെ സ്വന്തം മക്കളെ അത്ര ഉയരത്തിൽ കയറ്റി നിങ്ങളുടെ കട്ടൗട്ടുകൾക്ക് മുകളിലൂടെ പാലഭിഷേകം നടത്തിക്കണം. മൂന്നാമത്തേത്, ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ഫിലിംസിൽ അഭിനയിക്കാനേ പാടില്ല, ഒരുമിച്ച് ഒരേ ഫിലിംസിൽ തന്നെ അഭിനയിക്കണം. ഈ 3 നിബന്ധനകളും കേട്ടിട്ട് ശരിക്കും രാസയും ദാദയും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവരെ കൊണ്ടത് അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് തങ്ങളെയെല്ലാം ഈ ആക്ടേഴ്സ് ഫാമിലിയെ പോലെയാണ് കാണുന്നതെന്നും തങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ച് തങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കുമെന്നുമാണ്. ഒരു കാരണവശാലും ഒരു ഫാൻസിന്റെ ഫാമിലിയെയും മരിക്കാൻ ഈ ആക്ടേഴ്സ് വിട്ടുകൊടുക്കില്ല എന്നും അവര് തങ്ങളുടെ ഹീറോസ് ആണെന്നുമാണ് ജനങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റൊരാളുടെ മകനെ കൊണ്ട് കട്ടൗട്ടില് ഉയരത്തിൽ കയറി പാലഭിഷേകം നടത്തിക്കുന്നത് പോലെ സ്വന്തം മകനെ അത്ര ഉയരത്തിലേക്ക് കയറ്റാൻ ഈ ആക്ടേഴ്സിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു സൈക്കിള് ചവിട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അവൻ വീഴുമെന്ന് പേടിച്ച് അവന് കാറ് വാങ്ങിക്കൊടുത്തവരായിരുന്നു ഈ ആക്ടേഴ്സ്. അവനെ അത്രയും വലിയൊരു റിസ്ക് എടുപ്പിക്കാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കൂടാതെ സമ്പാദിച്ച സ്വത്തിന്റെ കുറച്ച് ഭാഗവും കൊടുക്കണം. ഇനി അങ്ങോട്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ വേണം. ഇതൊന്നും അവർ അംഗീകരിച്ചില്ല. ആ രണ്ട് ആക്ടേഴ്സും പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ഇതൊന്നും തങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. വേറെന്തെങ്കിലും കിഡ്നാപ്പർ പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യാമെന്ന്. അത് ഫാൻസിനെല്ലാം വലിയൊരു ഷോക്കായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടത്തിലായത് ജെയിംസും സത്യമാണ്. അവർ ഇത്രയും ആരാധിച്ചിരുന്ന അവരുടെ ആ ആക്ടേഴ്സാണ് അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതോടെ ആ കിഡ്നാപ്പർ ലൈവ് വരികയും സത്യയുടെയും ജെയിംസിന്റെയും ഫാമിലിയുടെ കഴുത്തിൽ കത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ഫാമിലി ഒരുമിച്ച് കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ട് കയ്യിലും കത്തിയെടുത്ത് അയാൾ വീശുന്നു. പെട്ടെന്ന് ലൈവ് കട്ടായി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വീഡിയോ ഓണായപ്പോ കാണുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന ആ വാളിൽ നിറയെ ബ്ലഡ് ആയിരുന്നു. തങ്ങളുടെ ഫാമിലി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസും സത്യയും കരയാൻ ആരംഭിച്ചു. ആ സമയം കിഡ്നാപ്പർ തന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നു. അയാൾ ഈ ഫാൻസിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആക്ടേഴ്സ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒന്നും ജീവനോടെ ഇരുന്നേനെ. അവരെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അവര് ചെയ്യില്ല. കാരണം നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ഫാമിലി അല്ല, നിങ്ങളുടെ ഫാമിലിയാണ്. അവരുടെ ഫാമിലിയായിരുന്നു ഞാൻ കിഡ്നാപ്പ് ചെയ്തിരുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ട് അവരുടെ ഫാമിലിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോയേനെ. ഈ നാട്ടിലൊരു പ്രശ്നത്തെ പറ്റി അയാൾ ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. നാട്ടിലെ ജനങ്ങള് ആക്ടേഴ്സിന്റെ പിറകെയും ക്രിക്കറ്റേഴ്സിന്റെ പിറകെയും അങ്ങനെ പല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ പിറകെയെല്ലാം ഫാൻസ് ആണെന്ന് പറഞ്ഞു പോകും. അവരെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റും. അവർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും തല്ലാനും വരെ ഇറങ്ങിത്തിരിക്കും. ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യനുണ്ടാക്കിയ കളിയാണ്. അതിൽ മത്സരിക്കുന്നതും മനുഷ്യന്മാര് തന്നെയാണ്. പക്ഷെ അതിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ ദൈവങ്ങളാക്കി മാറ്റുന്നുണ്ട്. ആരാധന തലയ്ക്ക് പിടിച്ചിട്ട് സ്വന്തം ഫാമിലിയെയും സ്വന്തം ഭാര്യയും കുട്ടികളെ അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് ഈ ആക്ടേഴ്സിന്റെ പിറകെ പോകും. അതുപോലെ ലൈഫ് നശിച്ചു പോയ ഒരാളായിരുന്നു ഈ കിഡ്നാപ്പറും. നിങ്ങൾ ഹീറോ ആയി കാണേണ്ടത് ഇതുപോലെയുള്ള ആൾക്കാരെ അല്ല എന്നും ഹീറോ ആയിട്ട് കാണേണ്ടത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ആളെയും 10 പേർക്ക് ആഹാരം കൊടുക്കുന്ന ആളെയും സ്വന്തമായിട്ട് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ പോലും തന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് ഹീറോ ആയിട്ട് കാണാം. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ആക്ടറിന്റെ വലിയൊരു ഫാനായിരുന്നു ഈ കിഡ്നാപ്പർ. 15 വയസ്സിൽ ആ ആക്ടറിന്റെ ഫാൻസ് അസോസിയേഷനിലും മെമ്പറായിട്ട് ചേർന്നു. ആ ആക്ടറിനെതിരെ ആരെന്ത് പറഞ്ഞാലും ഒന്നും ചിന്തിക്കാതെ അവരെ അടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അന്ന് അയാൾ സ്വന്തം ഭാര്യയും മക്കളെയും ഒന്നും തന്നെ നോക്കിയില്ല. ജോലിക്ക് പോകാറില്ലായിരുന്നു. ദിവസവും ഇങ്ങനെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാനും കറങ്ങിത്തിരിഞ്ഞും ഒക്കെ നടന്നു. കുടുംബം നടന്നുപോയത് ഭാര്യയുടെ ചെറിയ ശമ്പളത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ആക്ടറിന്റെ ഒരു വലിയ ഫ്ലെക്സ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാൽ വഴുതി താഴെ വീണ് ഇയാളുടെ തലയ്ക്ക് പിറകിലും കാൽമുട്ടിനും പരുക്കുപറ്റി. തകർന്നുപോയ ആ മുട്ടുമായിട്ട് അയാളെ ആരൊക്കെയോ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമായിരുന്നു. അന്ന് അയാളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ആ ആക്ടർ പോലും വന്നില്ല. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാളുടെ ഭാര്യ സ്വന്തം ശരീരം വിറ്റു. ഇന്നും അയാളുടെ ആ മുട്ടിന് പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് അയാളുടെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്തും അടക്കം ചെയ്യാൻ കാശില്ലാതിരുന്നപ്പോൾ ആ ആക്ടറിന്റെ മുന്നിൽ പോയിട്ട് കുറച്ച് കാശ് ചോദിച്ചു. അന്ന് ആ ആക്ടർ അയാളെ പുച്ഛിച്ചിട്ടാണ് കടന്നുപോയത്. അങ്ങനെ ആ ഫാൻസ് പരിപാടിയൊക്കെ വിട്ടിട്ട് അയാൾ എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം അയാൾ അറിയുന്നത് ഈ ദാദാ ഫാൻസിനും രാസ ഫാൻസിനും ഇടയിൽ നടന്ന പ്രശ്നത്തിന്റെ ഇടയ്ക്ക് അയാളുടെ മകൻ കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ്. ആദ്യത്തെ 2 ദിവസം അത് വാർത്തയായിരുന്നു. പിന്നീട് ആരും അയാളെയോ അയാളുടെ കുടുംബത്തെയോ തിരിഞ്ഞു നോക്കിയില്ല. താൻ ചെയ്ത തെറ്റ് ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യാൻ
പാടില്ല എന്നും ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ബാനർ കെട്ടാതെ സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കാനുമാണ് ഈ കിഡ്നാപ്പർ പറയുന്നത്. കൂടാതെ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വീഡിയോയിൽ അയാൾ ഇവരുടെ ഫാമിലിയെ കൊല്ലുന്ന പോലെ കാണിച്ചെങ്കിലും അവരെ ആരെയും കൊന്നിട്ടില്ല, അവരൊക്കെ സേഫ് ആയിട്ട് ഇന്ന് തന്നെ വീട്ടിലെത്തുമെന്നും പറയുന്നു. അത് കേട്ടപ്പോഴാണ് ശരിക്കും സത്യക്കും ജെയിംസിനും സമാധാനമായത്. ഈ കിഡ്നാപ്പിംഗ് കേസിന്റെ പേരിൽ ഇയാൾ ഒരു 3 വർഷം ജയിലിൽ പോയി. എന്നാൽ അയാൾ ജയിലിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ യുവാക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർ അയാളെ കാണാനെത്തി. നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചതെന്നും ഒരുപാട് നന്ദിയുണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ. പക്ഷെ ആ സമയം ആ ചെറുപ്പക്കാരാകട്ടെ അയാളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളാണ് ഞങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായി മാറിയത്, ഇനി മുതൽ നിങ്ങളാണ് ഞങ്ങളുടെ ഹീറോ, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫാൻസ് ആണ്. അതും പറഞ്ഞിട്ട് ഇയാളുടെ ഒരു വലിയ ബാനറൊക്കെ ആയിട്ടായിരുന്നു അവരവിടെ വന്നത്. താൻ ഇത്രയൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇവര് വീണ്ടും പഴയ പോലെ തന്നെ ഇയാളുടെ ഫാൻസ് ആയിട്ട് വന്നു നിന്നിരിക്കുന്നു. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ സമയം അയാൾക്ക് മനസ്സിലായി. അവിടെയാണ് ആദ്യത്തെ സ്റ്റോറി അവസാനിക്കുന്നത്. ആദ്യത്തെ സ്റ്റോറി കേട്ടിട്ട് ഒരു ബ്രേക്ക് എടുത്ത് പ്രൊഡ്യൂസർ ആകട്ടെ ടോയ്ലറ്റിലേക്ക് പോയി. ആ സമയം ശില്പയ്ക്ക് ഒരു കോള് വരുന്നു. അവളെ വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ഈ പ്രൊഡ്യൂസറിന്റെ മരുമകൻ മുഹമ്മദ് ഷെരീഫ് ആയിരുന്നു. ശില്പയും ഷെരീഫും പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറയാൻ വന്നത്. അതിന്റെ പിന്നില് അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഷെരീഫ് പ്രൊഡ്യൂസറിന്റെ മകൾ മധുമിതയെ 2 വർഷം പ്രണയിച്ചാണ് അയാളെ കൺവിൻസ് ചെയ്ത് വിവാഹമൊക്കെ കഴിച്ചത്. പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് മധുമിതയാകട്ടെ ഷെരീഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ അച്ഛന് താൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, വിവാഹത്തിന് മുമ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ ഫിസിക്കലായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം ആദ്യ രാത്രിയില് ഷെരീഫ് മധുമിതയെ കിസ് ചെയ്ത സമയത്ത് അവൾ അവനെ തട്ടിമാറ്റി. തന്നെ കൊണ്ട് അത് പറ്റുന്നില്ല എന്ന് പറയുന്നു. തനിക്ക് ഫിസിക്കലായിട്ട് അവനുമായിട്ട് ഒരു രീതിയിലും അറ്റാച്ച് ആകാൻ പറ്റുന്നില്ല. വിവാഹത്തിന് മുൻപ് അവർക്കിടയിൽ അങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് അവനും അറിയില്ലായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്തെങ്കിലും മധുമിതയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ ഒരു ദിവസം മധുമിത ഷെരീഫിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഞാനൊരു ലെസ്ബിയൻ ആണെന്ന്. അത് കേട്ടത് അവൻ ഞെട്ടി. 2 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച സ്വന്തം ഭാര്യ ഇപ്പൊ അവനോട് തുറന്നു പറഞ്ഞിരിക്കുന്നു അവൾ ലെസ്ബിയൻ ആണെന്ന്. ഷെരീഫിന്റെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പെൺകുട്ടികൾ അവരുടെ റെസ്യൂംസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രൊഫൈല് നമ്മുടെ മധുമിത കാണുകയും ആ പെൺകുട്ടിയെ ഒരുപാട് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾ ആ പെൺകുട്ടിയുടെ കോണ്ടാക്ട് എടുത്ത് ആ പെൺകുട്ടിയെടുത്ത് സംസാരിച്ചു. ആ പെൺകുട്ടി നമ്മുടെ ശില്പയായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മധുമിതയ്ക്ക് തന്നെ മനസ്സിലായത് താൻ ഒരു ലെസ്ബിയൻ ആണെന്ന്. ഈ കാര്യങ്ങളെല്ലാം അവൾ ഷെരീഫിനോട് തുറന്നു പറഞ്ഞപ്പോൾ അവൻ കുറച്ച് ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ആ അവസ്ഥയെ പൂർണ്ണമായിട്ടും അവൻ അംഗീകരിച്ചു. എന്താണെങ്കിലും ലെസ്ബിയനായ അവൾക്ക് അവന്റെ വൈഫായിട്ട് തുടരാൻ താല്പര്യമില്ല. ശില്പയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിരുന്നു അവൾക്ക് ആഗ്രഹം. പക്ഷേ ഇത് അവളുടെ പ്രൊഡ്യൂസറായിട്ടുള്ള അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതിനുവേണ്ടിയിട്ട് ശില്പയും മധുമിതയെ ഹെൽപ്പ് ചെയ്യുന്നതും ഷെരീഫ് തന്നെയാണ്. മധുമിതയെ വിവാഹം കഴിക്കാൻ അവൻ തെരഞ്ഞെടുത്തത് അവളുടെ അച്ഛന്റെ അടുത്ത് കഥ പറയാൻ പോവുകയും ആ കഥയിലൂടെ അയാളെ കൺവിൻസ് ചെയ്യുക എന്നൊരു രീതിയുമായിരുന്നല്ലോ. അതുപോലെ തന്നെ ശില്പയും അയാളുടെ അടുത്ത് കഥ പറയാൻ വിടുകയും ആ കഥകളിലൂടെ അയാളുടെ കുറച്ച് പഴഞ്ഞ ചിന്താഗതികളേക്ക് ഒന്ന് മാറ്റിയെടുക്കുക എന്നതുമായിരുന്നു ലക്ഷ്യം. അങ്ങനെ പ്രൊഡ്യൂസർ വാഷ്റൂമിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ശില്പ വീണ്ടും തന്റെ 2ാമത്തെ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഭാസ്കർ എന്ന് പറയുന്ന ഒരാള് അബ്രോഡിൽ പഠിച്ച തന്റെ മകൾ നാട്ടിലേക്ക് വരുന്നത് കാരണം അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. എയർപോർട്ടിലെത്തിയ ശേഷം അവൾ ഏതോ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. 3 വർഷമായിട്ടുണ്ടായിരുന്നു അയാൾ തന്റെ മകൾ ഷർണിതയെ കണ്ടിട്ട്. അയാളുടെ മകളുടെ പഴയ ഫോട്ടോ എടുത്തു നോക്കി അവളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അയാൾ ആ റെസ്റ്റോറന്റിലേക്ക് എത്തി. അവിടെ എത്തി മകൾ എവിടെയെന്ന് ചോദിച്ചു ഫോൺ ചെയ്യുമ്പോഴാകട്ടെ ദൂരെ നിന്നും അയാളുടെ മകള് വരുന്ന കാണുന്നു. പക്ഷെ അവളുടെ ആ ഡ്രസ്സ് കണ്ടിട്ട് അയാൾ ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ധാവണിയിലും ചുരിദാറിലും മാത്രമായിരുന്നു തന്റെ അടുത്ത് തന്റെ മകൾ ജീവിക്കുന്ന സമയത്ത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവളെ പെട്ടെന്ന് ഷോർട്സിൽ കണ്ടപ്പോഴേക്കും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കൂടാതെ അവിടെ ചുറ്റുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ തന്റെ മകളെ തന്നെ നോക്കുന്നത് അയാൾക്ക് ശരിക്കും അസ്വസ്ഥതയുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട സന്തോഷം പോലും അയാളുടെ മുഖത്ത് ആ സമയം ഉണ്ടായിരുന്നില്ല. മകളുടെ കൂടെ രഘു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അവന് അബ്രോഡിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതാണ്. അവന്റെ വീടും ഇവിടെ അടുത്താണ്. പോകുന്ന വഴിക്ക് അവനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും ഷർണിത വണ്ടിയിലേക്ക് കയറ്റി. വീട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴും ഭാസ്കറിന് തന്റെ മകളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഭാസ്കറിന്റെ വൈഫ് ശിവകാമിയാകട്ടെ മകളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അവളുടെ ആ ഡ്രസ്സിങ്ങിനെ പറ്റിയൊന്നും തന്നെ അവളുടെ അമ്മ കൂടുതലായിട്ട് ചോദിക്കാനേ പോയില്ല. അവർക്കതിലൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭാസ്കർ ശിവകാമിയോട് പറയുന്നുണ്ട് മകളുടെ കൂടെ വന്ന രഘു എന്ന് പറയുന്ന പയ്യൻ ആരാണെന്ന് ചോദിക്കാൻ. ശിവകാമി രഘുവിനെ പറ്റി ചോദിച്ചതും ഷർണിത പറയുന്നുണ്ട് അതെന്റെ ഫ്രണ്ടാണെന്ന്. അവൻ നമ്മുടെ ജാതിയിൽപ്പെട്ട ആളാണെന്ന് ശേഖർ ചോദിക്കുമ്പോൾ ഷർണിതയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ഷർണിതയും രഘുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. തന്റെ അച്ഛൻ രഘുവിന്റെ ജാതി ചോദിച്ചതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം തന്നെ അവളുടെ അച്ഛന്റെ പെങ്ങള് മറ്റൊരു ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചത് കാരണം വർഷങ്ങൾക്ക് മുമ്പേ ആ പെങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇവളുടെ അച്ഛൻ ഉപേക്ഷിച്ചതായിരുന്നു. അതുപോലെ അച്ഛന്റെ മനസ്സിൽ ഈ ജാതിയുടെ കാര്യങ്ങൾ കിടക്കുന്ന കാരണം തങ്ങളുടെ വിവാഹത്തിന് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഷർണിതയുടെ മനസ്സിലുണ്ടായിരുന്നു. ശേഖർ എപ്പോഴും തന്റെ മകളുടെ ഡ്രസ്സിംഗ് രീതിയെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശിവകാമി പറയുന്നുണ്ട് പുറനാട്ടിൽ പഠിച്ചിട്ട് വന്ന കുട്ടിയാണ്, അപ്പൊ അതുപോലത്തെ ചില ഡ്രസ്സിംഗ് രീതിയൊക്കെ ഉണ്ടാകും, അതൊന്നും നിങ്ങൾ ഇത്ര സീരിയസ് ആക്കണ്ട.
എന്നാൽ ഭാസ്കർ പറയുന്നുണ്ട് താനിപ്പോ റിട്ടയർ ആയിട്ടേ ഉള്ളൂ, എനിക്ക് എന്റെ ഓഫീസിലും എന്റെ ബോസിന്റെ മുന്നിലും ഒക്കെ ഒരു വലിയ നിലയും വിലയുണ്ട്. നാളെ എന്റെ ബോസും കുടുംബം ഇവിടെയൊക്കെ വരുന്നുണ്ട്, അവരുടെ മുന്നിലും ഇവൾ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? എന്റെ സംസ്കാരം ഇങ്ങനെയാണോ എന്ന് അവർ ചിന്തിക്കില്ലേ? അതുകൊണ്ട് നാളെ അവള് താൻ വാങ്ങിയ സൽവാർ തന്നെ ഇടണമെന്ന് അയാൾ നിർബന്ധം പിടിക്കുന്നു. ഭാര്യയുടെ കയ്യിൽ അത് കൊടുത്തിട്ട് മകളെ കൊണ്ട് ഇത് നാളെ ഇടിപ്പിക്കണമെന്നും പറയുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നാളെ അവൾ ഇത് ഇട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവഗാമി ആ ഡ്രസ്സും വാങ്ങിപ്പോയി. അങ്ങനെ പിറ്റേന്ന് ശേഖറിന്റെ ബോസും കുടുംബം അവിടെ വരികയും റിട്ടയർഡ് ആയ കാരണം അയാളെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഖറിന്റെ ബോസിന്റെ മകൻ ഋഷി ഡോക്ടറായിരുന്നു. അബ്രോഡിൽ നിന്ന് വന്ന നിങ്ങളുടെ മകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അവള് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ശേഖർ പറയുന്നത്. ശേഖറിന്റെ ബോസ് അയാളോട് പറയുന്നുണ്ട്, ശേഖറിന്റെ മകൾക്ക് നല്ല സംസ്കാരവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ ഈ പുറത്തുനിന്ന് സാധാരണ പഠിച്ചിട്ട് വരുന്ന പെൺകുട്ടികളെ പോലൊന്നും ആയിരിക്കില്ല അല്ലേന്ന്. കാരണം ഈ കാലത്ത് കുറെ പെൺകുട്ടികൾ അവർക്ക് തോന്നിയ പോലെ നടക്കുന്നത്, ഞങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഭാസ്കറിന്റെ മകളെ തങ്ങളുടെ മകന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചാലോ എന്ന് ബോസ് ഭാസ്കറിനോട് ചോദിക്കുന്നു. ബോസിന്റെ മകനും ഭാസ്കറിനും അത് സമ്മതമായിരുന്നു. അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷർണിത അവിടേക്ക് വരുന്നത്. ശേഖറും വൈഫും കൊടുത്ത ആ ഡ്രസ്സ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും ഒരു ചെറിയ ക്രോപ്പ് ടോപ്പും ഷോർട്സും ആയിരുന്നു ഇട്ടിരുന്നത്. അത് കണ്ടതും ഭാസ്കറിന്റെ കണ്ണ് തള്ളിയിരിക്കുകയായിരുന്നു. മകളോട് സൽവാർ ഇടാൻ പറഞ്ഞിട്ട് അവൾ ഈ വേഷത്തില് തന്റെ ബോസിന്റെ കുടുംബത്തിന് മുന്നിലേക്ക് വന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂടാതെ അവരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര നടുക്കേക്ക് നീക്കിയിട്ട് അതിൽ കാലുമേ കാലും കയറ്റി വെച്ചിരുന്നു. ബോസും കുടുംബം ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ശേഖർ അവളോട് കാല് താഴ്ത്തിയിടാൻ പറഞ്ഞെങ്കിലും ഞാൻ ഈ കാലിങ്ങനെ വെച്ചിരിക്കുന്നതിൽ നിങ്ങൾക്കാർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബോസും കുടുംബം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന്. അവർക്കാകട്ടെ അവളെ കണ്ടപ്പോ തന്നെ ഇങ്ങനൊരു പെൺകുട്ടിയെ തങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു. തന്റെ ഡ്രസ്സിങ് അവിടെ ഇരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടാത്തത് കാരണം അവൾ അവരോട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ഈ വെയിലിന് ഇതുപോലത്തുള്ള ഡ്രസ്സിംഗ് അല്ലേ നല്ലത്. പിന്നെ ഈ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ ചോയ്സ് അല്ലേ. അങ്കിൾ ഇപ്പോൾ ഷർട്ടും പാന്റും ഇട്ടിരിക്കുന്നെങ്കിൽ അങ്കിളിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അത് ഇട്ടിരിക്കുന്നത്. അതുപോലെ ആന്റി കുറച്ച് സെക്സി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആന്റിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാരി ഉടുത്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതും ആ ബോസ് സ്വന്തം ഭാര്യ ഒന്ന് നോക്കുന്നു. എന്തിനെങ്ങനെ ഞെട്ടിത്തെരിച്ചു നോക്കുന്നത്? നമ്മുടെ നാട്ടില് സാരി ഉടുത്ത ലുക്കിനാണ് ഏറ്റവും സെക്സി ലുക്ക് എന്നാണ് ഷർണിത പറയുന്നത്. മറക്കേണ്ട ഭാഗങ്ങളൊന്നും മറയ്ക്കാതെ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ചില അഭിപ്രായങ്ങളുണ്ടെന്നാണ് അവൾ പറയുന്നത്. പ്രൊപ്പോസലൊക്കെ എനിക്ക് ഓക്കെയാണ്, പക്ഷെ അവന്റെ കൂടെ എനിക്ക് കിടക്കണം. അത് കേട്ടത് അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, കിടക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് അവന്റെ കൂടെ സെക്സ് ചെയ്യണമെന്ന് തന്നെയാണ്. തന്റെ മകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഭാസ്കറിന്റെ സമനില തെറ്റിയ അവസ്ഥയായിരുന്നു. ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി ഇല്ലാത്തടത്ത് നല്ലൊരു വൈവാഹിക ജീവിതം ഉണ്ടാകില്ല എന്നാണ് ഷർണിത പറയുന്നത്. ഞങ്ങൾക്കിടയിൽ അതില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് സെക്സ് ചെയ്തെങ്കിലേ പറ്റൂ. അല്ലാതെ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെ എനിക്ക് പെട്ടെന്ന് കയറി വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല. ഇവളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതോടുകൂടി ആ ബോസും ഫാമിലിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഭാസ്കറിന് അത് വലിയൊരു അപമാനമായിരുന്നു. തന്റെ മകൾ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ കാണിച്ചത് തെറ്റാണെന്ന് അയാൾ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, എപ്പോ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് താനാണെന്ന്. ഇതുപോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും മനസ്സിലാകൂ. ഈ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റുന്നതാ നല്ലത്. തന്റെ അച്ഛനോടും ആ ചിന്താഗതി മാറ്റിയിട്ട് ലോകം മാറുന്നതിനനുസരിച്ച് മാറാനാണ് അവൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഷർണിതയുടെ ജന്മദിനത്തിന്റെ അന്ന് അവൾ എല്ലാവരെയും ആ പാർട്ടിക്ക് വിളിച്ചു. അവൾ രഘുവിനെ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കുന്നുണ്ട്, തന്റെ അച്ഛന്റെ ക്യാരക്ടറിൽ ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന്. രഘു ഫാമിലി എന്തായാലും ഈ ഫംഗ്ഷന് വരും. ആ സമയം വീട്ടുകാരോട് തങ്ങളുടെ മാരേജിനെ പറ്റി സംസാരിക്കാമെന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അങ്ങനെ വൈകുന്നേരം ഫംഗ്ഷൻ തുടങ്ങി. രഘുവും ഫാമിലിയും വന്നപ്പോൾ അമ്മയെ കൊണ്ടുപോയി അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രഘുവിന്റെ ഫാമിലിക്ക് ഷർണിത ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരുമെന്ന് അവളുടെ അമ്മ പറഞ്ഞു. അച്ഛനെ കാണാത്ത കാരണം അവൾ കോള് ചെയ്യുമ്പോൾ ആൾക്കാരെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അയാൾ നടുക്കൊക്കെ കയറി വരുന്നതാണ് അവൾ കാണുന്നത്. അയാളുടെ വേഷം കണ്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അയാൾ സ്ഥിരമായിട്ട് വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്തിടുന്ന തുളകൾ വീണ ബനിയനും ഒരു അടിവസ്ത്രമായിരുന്നു അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ വൈഫ് പലപ്പോഴും അയാളോട് ഈ ബനിയൻ മാറ്റാൻ പറയുമ്പോൾ എനിക്കിതാണ് കംഫർട്ട് എന്ന് അയാൾ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ആ ലുക്കിൽ തന്റെ അച്ഛൻ ഇത്ര ആൾക്കാരുടെ മുന്നിലേക്ക് തനിക്ക് ഗിഫ്റ്റുമായിട്ട് വരുന്ന കണ്ട് ഷർണിത ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തന്റെ അച്ഛൻ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛന്റെ ബോസിന്റെ മുന്നിൽ അവൾ അങ്ങനെ ഡ്രസ് ചെയ്ത് വന്നത് കാരണം ഇവളെ വിളിച്ച ഗസ്റ്റിന് മുന്നിൽ ഇവളുടെ അച്ഛൻ ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നതാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ അയാൾ അടുത്തേക്ക് വന്നതും അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. കാരണം അവിടെ കൂടെ നിന്നിരുന്ന എല്ലാവരും ഇവളെ കളിയാക്കുന്ന രീതിയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. തന്റെ മകൾ പിണങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അയാൾ അവളോട് പോയി സംസാരിക്കുന്നു. അച്ഛൻ എന്നോട് പകരം വീട്ടുന്നതല്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതെന്റെ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഞാനിതിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അത് ഞാൻ ഇവിടേക്ക് ഇട്ടുകൊണ്ട് വന്നപ്പോ എന്തിനാ നിനക്ക് ഇത്ര പ്രശ്നം? എന്നാൽ ഓരോ ഒക്കേഷനും ഓരോ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണമെന്നും ഇതച്ഛൻ എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ ചെയ്തതാണെന്നും അവള് പറയുമ്പോൾ ആ ഒരു പോയിന്റ് എടുത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് അന്ന് ഞാൻ നിന്നോടും പറഞ്ഞതെന്ന്. എന്റെ ബോസും കുടുംബവും വരുമ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് നീ അവിടെ ഇടണമായിരുന്നു. ഞങ്ങളുടെ ജനറേഷനെ പോലെയല്ല നിങ്ങളുടെ ജനറേഷൻ എന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷനെ പോലെയല്ല ഞങ്ങള്. അവരെക്കാളും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങളെക്കാൾ കൂടുതൽ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നവരാണ് നിങ്ങള്. നീ ഇപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കള് ഇതിനേക്കാൾ കുറഞ്ഞ ഡ്രസ്സുകൾ ധരിച്ചിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തിനും ഓരോ
രീതിയിലുള്ള ഡ്രസ്സിംഗ് ഉണ്ട്. നീ പബ്ബിൽ പോയപ്പോഴും ക്ലബ്ബിൽ പോയപ്പോഴും അബ്രോഡ് നിന്നപ്പോഴും ഒക്കെ നിന്റെ ഇഷ്ടത്തിന് നീ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാകും. നിന്റേതായ സ്പേസിൽ നിനക്കതിനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്റെ ബോസും ഫാമിലിയും വരുന്നിടത്തേക്ക് നീ വന്ന് നിൽക്കുമ്പോൾ എനിക്കും കൂടി കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് ധരിച്ചിട്ട് വേണം നീ ഇവിടെ വന്ന് നിൽക്കാൻ. കാരണം പാർട്ടിക്ക് മുൻപ് തന്റെ അച്ഛനോട് ഈ ഷർട്ട് ഇട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ഷർണിത ഒരു ഷർട്ട് അവളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതവർ ഭാസ്കറിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ആ സമയമാണ് തന്റെ മകൾ തന്നോട് ചെയ്തത് എന്താണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം ഇതാണെന്ന് അയാൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അയാള് അവള് കൊടുത്ത ആ ഒക്കേഷനെ പറ്റിയ ഡ്രസ്സ് ധരിക്കാതെ അയാളുടെ കംഫർട്ടിന് തോന്നിയ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് വന്നത്. കുറച്ചു കാലം മുൻപേ വരെ അന്യജാതിയിൽപ്പെട്ട ഒരാളെ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഈ കാലത്തിലെത്തി നിങ്ങളുടെ ജനറേഷന്റെ കൂടെ കൂടിയ ശേഷം ആ ചിന്താഗതിയിലൊക്കെ ഞാൻ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. നീ ഇപ്പോൾ മറ്റൊരു ജാതിയിൽപ്പെട്ട പയ്യനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കും. ഇനിയിപ്പോ നിനക്കൊരു പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിന് സമ്മതിക്കും. നിന്റെ സന്തോഷമാണ് അവിടെ എനിക്ക് വലുത്. ആ നിമിഷം താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ഷർണിതയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റോറി അവിടെ പറഞ്ഞു നിർത്തിയപ്പോൾ ശില്പിയുടെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് സ്ത്രീകളൊക്കെ ഫ്രീഡം എന്നുള്ള പേരിൽ അവർക്ക് തോന്നിയ പോലെ ഡ്രസ്സ് ധരിച്ചാ വരുന്നതെന്ന്. എന്നാൽ ശില്പ പറയുന്നുണ്ട് ഡ്രസ്സ് ധരിക്കാനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് അവരുടെ ഇഷ്ടത്തിന്. പക്ഷെ ഓരോ ഒക്കേഷനും അനുസരിച്ച് വേണം ഡ്രസ്സ് ധരിക്കാൻ. അമ്പലത്തില് ബിക്കിനി ഇട്ട് പോകുന്നതും തെറ്റാണ്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ കോട്ടും സൂട്ടും ഇട്ട് ചാടുന്നതും തെറ്റാണ്. ഇത് രണ്ടും ആ ഒരു സാഹചര്യത്തിന് പറ്റിയ ഡ്രസ്സുകളല്ല. ഞാനൊരു പ്രൊഫഷണലായിട്ട് സാറിന്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോൾ സാരി എടുത്ത് വന്നത് അതുകൊണ്ടാണ്. ഈ ഒരു ഒക്കേഷന് ഇതാണ് ചേരുന്നത്. അല്ലാതെ ഞാൻ നൈറ്റിയാണ് ഇട്ടുകൊണ്ട് വന്നിരുന്നതെങ്കിൽ സാർ എന്ത് വിചാരിക്കും? കഥ കേൾക്കാൻ വന്നിരിക്കുന്ന സാറ് ഈ ഡ്രസ്സിലല്ലാതെ ഇന്നസ് മാത്രം ഇട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് തോന്നും? അതുകൊണ്ടാണ് ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ഡ്രസ്സ് ധരിക്കാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് കരുതിയിട്ട് തോന്നിയ പോലെ പലയിടങ്ങളിലും തോന്നിയ രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട് പ്രൊഡ്യൂസറിന്റെ മരുമകനായ ഷെരീഫ് ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ ഈ പ്രൊഡ്യൂസർ എന്തോ കാശ് കൊടുക്കാനുള്ള ഒരു ഡോക്ടറും കാണാൻ വന്നിട്ടുണ്ടെന്ന്. തൽക്കാലം അവർ രണ്ടുപേരോടും പുറത്തു തന്നെ ഇരിക്കാനാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതിനിടയ്ക്ക് ആ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നുണ്ട്. പക്ഷെ അയാളുടെ അടുത്ത് സംസാരിക്കുന്നതിൽ നിന്നും ശില്പയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് അയാളുടെ വൈഫ് ഒന്നുമല്ല, അയാൾക്കൊരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടെന്ന്. അതിന് ശില്പ മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റോറി പറയുകയാണ്. 2025 ജീവിക്കുന്ന യുഗൻ എന്ന് പറയുന്ന ഒരു പയ്യൻ. 90s കിഡായ അവന് ഇപ്പോഴത്തെ 2K കിഡ്സിന്റെ പ്രണയമൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ ആത്മാർത്ഥമായിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ വിവാഹത്തിലേക്ക് അത് എത്തിക്കാമെന്ന് അവൻ കരുതുമ്പോൾ ആ പെൺകുട്ടിയാകട്ടെ എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ വെറൊരു റിലേഷൻഷിപ്പ് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഇട്ടിട്ട് പോകും. ഈ 2K കിഡ്സിനിടയിലുള്ള സിറ്റുവേഷൻഷിപ്പിനെ പറ്റിയോ ബെഞ്ചിങ്ങിനെ പറ്റിയോ ഒന്നും തന്നെ അവൻ അറിയില്ലായിരുന്നു. ഇക്കാലത്ത് എങ്ങനെ പ്രണയിക്കുമെന്നും അറിയില്ല. അവന്റേത് ആത്മാർത്ഥ പ്രണയമാകുമ്പോൾ ഓപ്പോസിറ്റുള്ള പെൺകുട്ടിയുടേത് ഒരു സിറ്റുവേഷൻഷിപ്പ് മാത്രമായിരിക്കും. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ പല ഡേറ്റിംഗ് ആപ്പുകളിലും മാട്രിമോണികളിലും എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്ത് സംസാരിക്കാൻ ആരംഭിച്ചു. എന്നാൽ എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുണ്ട്, വേണമെങ്കിൽ കുറച്ചു കാലം നമുക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കാം, ഏതാ ബെറ്റർ എന്ന് നോക്കിയിട്ട് ഞാൻ അത് ചൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികളെ അവന് ആവശ്യമില്ലായിരുന്നു. അവന് വേണ്ടിയിരുന്നത് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും വേണം. അറേഞ്ച്ഡ് മാരേജിനോട് അവന് താല്പര്യമില്ല, പ്രണയിച്ച് തന്നെ വിവാഹം കഴിക്കണം. പക്ഷെ അതിനെ പറ്റിയ പെൺകുട്ടിയാണ് അവന് കിട്ടാത്തത്. ആദ്യം കാണുന്ന പെൺകുട്ടിക്ക് ബെഞ്ചിങ്ങിനോടായിരുന്നു താല്പര്യം. ഓൾറെഡി അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഇവനെ സെലക്ട് ചെയ്യാം. രണ്ടാമത് കാണുന്ന പെൺകുട്ടിക്ക് സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നു ഇഷ്ടം, തൽക്കാലത്തേക്ക് പ്രണയിക്കാം. പിന്നീട് പല പെൺകുട്ടികളും അവനോട് DTR എന്ന് ചോദിക്കുന്നു. DTR എന്താണെന്ന് പോലും അവനറിയില്ല. ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് എന്നായിരുന്നു അതിന്റെ അർത്ഥമെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത്. അവർക്കിടയിലെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അവൻ പറയുമ്പോൾ ആ പെൺകുട്ടികൾക്ക് അത് അംഗീകരിക്കാനും പറ്റില്ല. 2K കിഡ്സിന്റെ ഒരു രീതിയിലുള്ള സംസാരം അവന് മനസ്സിലാകാതെ വന്നു. ഒടുവിൽ മറ്റൊരു പെൺകുട്ടിയെ സമീപിച്ചപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് കഫിംഗ് റിലേഷൻഷിപ്പിലാ താല്പര്യമെന്ന്. കഫിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് അടുത്തിരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒരാൾ വേണം, അതാണ് കോൾഡ് സീസൺ അഥവാ കഫിംഗ് റിലേഷൻഷിപ്പ്. ചൂട് സമയമാകുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും തേടി പോകും. ഇതൊക്കെ കേട്ടിട്ട് യുഗന്റെ കിളി പോയിരിക്കുകയായിരുന്നു. ഈ കാലത്ത് നല്ലൊരു പെൺകുട്ടിയെ അവൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ കോൾ എടുക്കാൻ അവന് താല്പര്യമില്ലാത്ത കാരണം അവന്റെ സിം തന്നെ അവൻ ചേഞ്ച് ആക്കുന്നു. പുതിയ സിം ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ അതിലുണ്ടായിരുന്ന 16 ഡിജിറ്റ് നമ്പറിലേക്ക് കോൾ ചെയ്തു. പക്ഷേ സിം ആക്ടിവേറ്റ് ആക്കുന്നതിന് പകരം ആ കോളിന്റെ മറുപുറത്ത് ഒരു പെൺകുട്ടിയെ കോൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ ഡയൽ ചെയ്ത നമ്പറിൽ ഒരു നമ്പർ തെറ്റായിട്ടാണ് അടിച്ചതെന്ന്. പക്ഷെ എന്നിട്ടും ഈ കോൾ എങ്ങനെ പോയി അവന് മനസ്സിലായില്ല. ഇതേതെങ്കിലും ഫോറിൻ നമ്പറാണോ, നിങ്ങൾ ഫോറിനിലാണോ താമസിക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇവിടെ തിരിച്ചിൽ തന്നെ താമസിക്കുന്നത്, അല്ലാതെ ഫോറിൻ നമ്പർ ഒന്നും അല്ല. ആ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ വീട്ടിലെ ന്യൂസിൽ IPLന്റെ 45ാമത്തെ സീസണിനെ പറ്റി സംസാരിക്കുന്നതും ധോണി ഇപ്പോഴും റിട്ടയർഡ് ആയിട്ടില്ല എന്ന് പറയുന്നതും ഒക്കെ അവൻ കേൾക്കുന്നുണ്ട്. എന്താ അങ്ങനെയൊക്കെ ന്യൂസിൽ കേൾക്കുന്നതെന്ന് ചിന്തിച്ച് ആ പെൺകുട്ടിയോട് അവൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് ഇതിപ്പോ 2050 അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വാർത്ത കേൾക്കുന്നതെന്ന്. അത് കേട്ട് ശരിക്കും യുഗം ഞെട്ടി. ഇത് 2025 അല്ലേ, പിന്നെ തന്നെ നിങ്ങൾ 2050 എന്ന് പറയുന്നത്? എന്നാൽ അവൾ പറയുന്നുണ്ട് ഇത് 2050 ആണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന്. കൂടുതൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ കോൾ ചെയ്തിരിക്കുന്നത് ഭാവിയിൽ ജീവിക്കുന്ന നിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നമ്പറിലേക്കാണ്. അവൾ 2050 തന്നെയാണോ ജീവിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അന്ന് നടക്കുന്ന മാച്ചിൽ ആര് ജയിക്കുമെന്നും എത്ര റൺസിന് ജയിക്കുമെന്നും ഒക്കെ അവളോട് അവൻ ചോദിക്കുന്നു. ഗൂഗിൾ നോക്കിയിട്ട് അവൾ അതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരം പറയുന്നു.
പോകുന്നു. കളി കണ്ടുകൊണ്ടിരുന്ന അവനാകട്ടെ അവള് പറഞ്ഞ രീതിയിൽ തന്നെ ഇന്ത്യ ജയിക്കുന്നത് കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഇതോടെ നിത്യ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് യുഗന് മനസ്സിലായി. കാര്യങ്ങളെല്ലാം തന്റെ ഫ്രണ്ട്സിനോടും യുഗൻ പറയുന്നു. അവർക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ 2025 നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ ഈ പെൺകുട്ടിയെ കോൾ ചെയ്ത സമയത്ത് അവളുടെ അച്ഛനാണ് കോൾ എടുത്തത്. അയാളാകട്ടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതിയിട്ട് അയാൾ യുഗനോട് സംസാരിച്ചപ്പോൾ 2025 തന്റെ ഒരു കാല് നഷ്ടപ്പെട്ടതിനെ പറ്റിയും അയാൾ പറയുന്നു. 2025 ഇതേ ദിവസമാണ് തന്റെ കാല് നഷ്ടപ്പെട്ടതെന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ആ കാല് തിരിച്ചു കൊടുക്കാൻ യുഗനൊരു അവസരം കിട്ടിയ പോലെയാണ് അവന് തോന്നിയത്. അയാളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവൻ ചോദിച്ചറിഞ്ഞു. എവിടെ വെച്ചാണ് ആക്സിഡന്റ് നടന്നതെന്നും അവൻ ചോദിച്ചറിഞ്ഞു. അയാൾ ഇപ്പോൾ ജീവിക്കുന്ന 2050 അവനിപ്പോൾ ഉള്ളത് 2025. ഇന്നേ ദിവസമായിരുന്നു അയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. അയാൾ പറഞ്ഞ സ്ഥലത്ത് പോയി അയാൾക്ക് ആ ആക്സിഡന്റ് പറ്റാതെ അവൻ അയാളെ രക്ഷിക്കുന്നു. എന്നിട്ട് അവൻ വീണ്ടും നിത്യ വിളിക്കുന്നുണ്ട്. ഞാൻ 2025 നിന്നാണ് സംസാരിക്കുന്നത് എന്നതിന് ഒരു തെളിവുണ്ടെന്നും നീ പോയി നിന്റെ അച്ഛനെ നോക്കാനും അച്ഛന്റെ ആ നഷ്ടപ്പെട്ട കാല് അച്ഛന് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അച്ഛന് കാൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഫോൺ ചെയ്ത സമയത്ത് അച്ഛനാണ് ഫോൺ എടുത്തതെന്നും അയാൾക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞുവെന്നും. ഇവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളാകട്ടെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവളുടെ അച്ഛന് ഒരു കാലം നഷ്ടപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് അയാളുടെ 2 കാലം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. നീ എന്താ ശരിക്കും ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലാകുന്നത്. അവൻ 2025 അയാൾക്ക് നടന്ന ആക്സിഡന്റിൽ നിന്ന് അയാളെ ആദ്യം രക്ഷപ്പെടുത്തിയെങ്കിലും അയാൾ അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയപ്പോൾ അയാൾക്ക് മറ്റൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ആ ആക്സിഡന്റിൽ 2 കാലം നഷ്ടപ്പെടുകയും ചെയ്തു. അവനിപ്പോൾ 2025 വരുത്തിയ ഈ ഒരു ചേഞ്ചസ് കാരണം 2050 ജീവിക്കുന്ന അയാളുടെ 2 കാലം നഷ്ടപ്പെട്ടു. 2025 ജീവിക്കുന്ന യുഗൻ ഇവിടെ വരുത്തുന്ന ചേഞ്ചസ് 2050 ജീവിക്കുന്ന അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതോടെ നിത്യയ്ക്കും ഈ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി. അച്ഛന്റെ കാലം നഷ്ടപ്പെട്ടതിൽ നീ വിഷമിക്കൊന്നും വേണ്ട. ഓൾറെഡി അച്ഛന്റെ കാല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനിരിക്കുകയാണ്. നേരത്തെ ഒരു കാലിന് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ നീ കാണിച്ച മണ്ടത്തരം കാരണം 2 കാലിനും ചെയ്യണം. കുറച്ച് കാശ് ചെലവാകും. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഒരുപാട് വളർന്നതുകൊണ്ട് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ആകെ ഇവര് ഇതുവരെയും സക്സസ് ആകാതിരിക്കുന്നത് ടൈം മെഷീന്റെ കണ്ടുപിടുത്തത്തിൽ മാത്രമാണ്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മെഷീന്റെ റിസർച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അങ്ങനൊരു മെഷീൻ പുറത്തു വരുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. നീ ഏത് വർഷമാണ് ജനിച്ചതെന്ന് നിത്യയോട് യുഗൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ 2029 ജനിച്ചതെന്ന്. 2029 നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് 2025 നിന്റെ അച്ഛനാരാണെന്ന് എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ പോയി അയാൾ വിവാഹം കഴിക്കുന്നത് തടയുകയും നീ ജനിക്കുന്നത് തടയുകയും ചെയ്തു കഴിഞ്ഞാൽ 2050 നീ ഉണ്ടാകില്ല. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിത്യയും പതിയെ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് ഇവർ സ്ഥിരമായിട്ട് ഫോണിൽ ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. ഇവൻ 2025 ജീവിക്കുന്നത് കൊണ്ട് 2050 വരെ നടന്ന ഓരോ കാര്യങ്ങളും അവൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. വിജയ് വീണ്ടും മൂവിയിൽ തിരിച്ച് അഭിനയിക്കാൻ തുടങ്ങിയോ, 2026 ഇലക്ഷനിൽ വിജയ് ജയിച്ചോ എന്നൊക്കെയായിരുന്നു അവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പതിയെ യുഗന് അവളോട് പ്രണയം തോന്നാൻ തുടങ്ങി. ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് തമ്മിൽ കാണാമെന്നായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. 2050 ഈ സോഷ്യൽ മീഡിയയും വാട്സപ്പോ ഒന്നുമില്ല. അതിനു പകരം മറ്റൊരു സോഫ്റ്റ്വെയർ ആണുള്ളത്. അത് കാരണം ഇവർക്ക് വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തമ്മിൽ കാണാനും പറ്റുന്നില്ല. ആകെ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷെ അവൾ തന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് അവൻ അവളുടെ ഒരു ചിത്രം വരയ്ക്കുന്നു. അവളുടെ കഴുത്തിന്റെ സൈഡിലായിട്ട് ലവിന്റെ ഷേപ്പില് ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. ആ ചിത്രത്തില് യുഗൻ അതും വരയ്ക്കുന്നുണ്ട്. അവള് പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ടാണ് അവൻ അവളുടെ ചിത്രം വരയ്ക്കുന്നത്. ഇവൻ ഇങ്ങനെ നിത്യ പ്രണയിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് ഇവന്റെ കൂട്ടുകാർ ഇവനെ കളിയാക്കുന്നു. 2K കിഡ്സിന്റെ പ്രണയം പോലും നിനക്ക് മനസ്സിലാകുന്നില്ല. 2050 ജീവിക്കുന്ന ഈ പെൺകുട്ടിയുടെ പ്രണയം വേറെ രീതിയിലായിരിക്കും. അതെന്തായാലും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നതായിരിക്കില്ല. പക്ഷേ നിത്യയോട് സംസാരിച്ച് ആത്മാർത്ഥമായിട്ട് യുഗൻ അവളെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. 2029 നിത്യ ജനിച്ചത്. അതായത് ഈ സമയം അവൾ ജനിച്ചിട്ട് പോലുമില്ല. പക്ഷെ 2050 തിരുച്ചിയിലാണ് അവൾ താമസിക്കുന്നത്. ഭാവിയിൽ അവൾ താമസിക്കുന്ന ആ സ്ഥലം ഏതാണെന്ന് കണ്ടെത്തി ഈ 2025 അവൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവന്റെ മുന്നിൽ കാണുന്നത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. 2026 തന്റെ അച്ഛൻ ആ സ്ഥലം വാങ്ങുകയും അത് റെനോവേറ്റ് ചെയ്ത് നല്ലൊരു വീടാക്കി മാറ്റിയതെന്നും നിത്യ പറയുന്നു. ഇപ്പോഴും താൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. 2026 എന്റെ അച്ഛൻ ആ വീട് വാങ്ങി അവിടെ താമസം തുടങ്ങിയെങ്കിലും ഞാൻ അവിടെ എത്തിയത് 2030 2029 ഞാൻ ജനിച്ചത് എന്റെ റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കുമാണ്. പക്ഷെ ഇപ്പൊ എന്റെ കൂടെയുള്ള ഈ അച്ഛൻ എന്ന് പറയുന്നത് എന്റെ വളർത്തച്ഛനാണ്. അദ്ദേഹം 2030 എന്നെ ദത്തെടുത്ത് വളർത്താൻ തുടങ്ങിയത്. അങ്ങനെയാണ് 2030 ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. 2029 ഞാൻ ജനിച്ച ദിവസം തന്നെ എന്റെ യഥാർത്ഥ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മയും പോയി. ഞാനങ്ങനെ അനാഥാലയത്തിലായി. 2030 ഇപ്പൊ എന്റെ കൂടെയുള്ള എന്റെ അച്ഛൻ എന്നെ ദത്തെടുത്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2030 തുടങ്ങി ഈ 2050 വരെയും ഈ വീട്ടിൽ തന്നെയാണ് നിത്യ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു രീതിയിലും പരസ്പരം കാണാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും താൻ അവളെ പ്രണയിക്കുന്ന കാര്യം അവളോട് പറയണമെന്നുള്ള ആഗ്രഹം യുഗന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളുടെ പ്രണയത്തെ പറ്റി എല്ലാം തന്നെ അവൻ അവളോട് സംസാരിക്കുന്നു. അപ്പോൾ 2050 ജീവിക്കുന്ന നീ പ്രണയത്തെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ
അവള് പറയുന്നുണ്ട് പ്രണയം ഇന്നും മാറിയിട്ടില്ല എന്ന്. 2K കിഡ്സിന്റെ പ്രണയം സിറ്റുവേഷൻഷിപ്പും ബെഞ്ചിങ്ങും ഒക്കെ പോലെ പോയെങ്കിലും കുറച്ച് നാള് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു തുടങ്ങി. അവർക്ക് യഥാർത്ഥ പ്രണയം മിസ്സായി തുടങ്ങി. അങ്ങനെ പല ആൾക്കാരും തങ്ങളുടെ യഥാർത്ഥ പ്രണയത്തെ തേടിപ്പിടിക്കുകയും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പ്രണയം ഇന്നും മാറിയിട്ടില്ല, അത് അങ്ങനെ തന്നെയുണ്ട്. ആൾക്കാര് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. അവൾ ഇതൊക്കെ പറഞ്ഞതോടുകൂടി യുഗന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളോടുള്ള പ്രണയം അവൻ തുറന്നു പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിത്യയുടെയും കണ്ണ് നിറയുന്നു. പരസ്പരം കാണാൻ പോലും പറ്റില്ലെങ്കിലും അവർ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നിത്യ എങ്ങനെയായിരിക്കുന്നതെന്ന് യുഗൻ ആ ചിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തന്നെ അവള് കാണണമെന്ന് കരുതിയിട്ട് അവനാകട്ടെ ആ വീടിന്റെ ചുവരില് ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. 2025 അവൻ ഈ ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിലും 2050 അവൾ ഇതേ വീട്ടില് തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ചിത്രം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പ്യൂറായിട്ടുള്ള ലവ് എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും എന്റെ പ്യൂറായിട്ടുള്ള ലവ് നീ ആയിരിക്കുമെന്നും പറഞ്ഞ് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളും ഇമോഷണൽ ആയിട്ട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് മന്ദിപ്പിച്ചുകൊണ്ടിരുന്ന ഇവന്റെ കൂട്ടുകാര് അവന്റെ അടുത്തേക്ക് വരികയും അവരുടെ കൈ തട്ടി ഇവന്റെ ഫോൺ താഴെ വീണ് പൊട്ടുകയും ചെയ്തു. ആകെ ടെൻഷനിലായിട്ട് അവൻ ഫോൺ എടുത്ത് വീണ്ടും അവളെ കോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ഫോണിൽ നിന്നെല്ലാം തന്നെ ആ നമ്പർ ഡയൽ ചെയ്തിട്ടും അതിൽ കോള് പോകുന്നില്ല. അവന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ഫോണിലൂടെയായിരുന്നു 2050 ജീവിക്കുന്ന അവളോട് അവൻ കണക്ട് ആയിക്കൊണ്ടിരുന്നത്. ആ കണക്ഷൻ തന്നെ അവിടെ ഇല്ലാതെയായി. പെട്ടെന്ന് അവൻ ആ വീടിന്റെ ഭിത്തിയിൽ എഴുതുന്നുണ്ട്, എന്റെ ഫോൺ പൊട്ടിപ്പോയി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന്. പിന്നീട് പലതവണ നിത്യ അവൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു രീതിയിലും ആ കണക്ഷൻ വീണ്ടും തിരിച്ചു വന്നില്ല. അവൻ ആകെ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ദിവസങ്ങളോളം ഡിപ്രഷനിലായിരുന്ന അവൻ പതിയെ പതിയെ വീട്ടുകാരുടെ നിർബന്ധം കാരണം അവർ കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോഴേക്കും 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2029 എത്തി. തന്റെ വൈഫിന്റെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലെത്തിയ യുഗൻ യാദൃച്ഛികമായിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നിത്യയെ കാണുന്നു. ഇന്നേ വരെ അവളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവളുടെ ചിത്രം അവന്റെ മനസ്സിലുണ്ട്. ശരിക്കും അവളെ പെട്ടെന്ന് നേരിട്ട് കണ്ടതും അവൻ സ്ഥലകാല ബോധം എല്ലാം മറന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. അവന്റെ ചിത്രം അവൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് യുഗനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ടൈം ട്രാവൽ മെഷീനിൽ അവർ സക്സസ് ആയി എന്നും ഞാനും ആ പ്രോജക്ടിന്റെ ഭാഗമാവുകയും അതിലെ ടെസ്റ്റിന് സമ്മതിക്കുകയും അങ്ങനെ ആ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്ത് 2029 താൻ എത്തിയതാണെന്നും. നിത്യ അപ്പോഴും യുഗനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യുഗന് ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ആകെ സങ്കടം വരുന്നു. കാരണം അവന്റെ ലൈഫില് മറ്റൊരു പെൺകുട്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ തന്റെ ഭാര്യയുടെ പ്രസവത്തിനാണ് അവൻ ഇവിടെ വന്നത്. അവൻ എല്ലാ കാര്യങ്ങളും നിത്യയോട് തുറന്നു പറയുന്നു. താൻ ആഗ്രഹിച്ചു കഴിച്ച വിവാഹമല്ലത്, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കഴിച്ചതാണ്. എന്നാൽ ഇത് കേട്ട് അവള് ചോദിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാതെ നടന്ന ഈ വിവാഹമാണെങ്കിൽ പോലും ഇപ്പൊ നിന്റെ വൈഫ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുകയല്ലേന്ന്. എന്നാൽ അതെല്ലാം താൻ മദ്യപിച്ച സമയത്ത് എപ്പോഴോ സംഭവിച്ചതാണെന്നും തനിക്കിത് ഓർമ്മ പോലും ഇല്ല എന്നാണ് അവൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞ ഒരാഴ്ച മാത്രമേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിത്യയെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് മദ്യപിക്കുമായിരുന്നു. ആ സമയത്ത് എപ്പോഴോ ഇതറിയാതെ സംഭവിച്ചതാണ്. ഞാൻ എന്റെ വൈഫിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊള്ളാമെന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും ഒക്കെ നിത്യയോട് അവൻ പറയുമ്പോഴും നിത്യ പറയുന്നുണ്ട്, താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് തനിക്ക് കണ്ടു നിൽക്കാനാകില്ല. താൻ ഭാവിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാ നല്ലത്. ഇവിടേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നഴ്സ് വന്ന് പറയുന്നത് യുഗന്റെ വൈഫിന് ഒരു പെൺകുട്ടി ജനിച്ചുവെന്ന്. യുഗനും നിത്യയും അവിടേക്ക് വരുമ്പോ അവന്റെ വൈഫാകട്ടെ അവനെ നോക്കി പറയുന്നുണ്ട്, പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നിത്യ എന്ന് പേര് വെക്കാമെന്ന് നിങ്ങൾ നേരത്തെ പറയുമായിരുന്നില്ലേ? പെൺകുട്ടി തന്നെയാണ് ജനിച്ചത്, നമുക്ക് ഇവൾക്ക് നിത്യ എന്ന് തന്നെ പേരിടാമെന്ന്. എന്നാൽ ഇത് കേട്ട് യുഗൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. തന്റെ വൈഫുമായിട്ട് അവനത്ര സ്നേഹത്തോട് സംസാരിച്ചിട്ട് പോലുമില്ല. ആ സമയമാണ് നിത്യയും യുഗനും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന് ജനിച്ച ആ കുട്ടിയുടെ കഴുത്തിലായിട്ട് നിത്യയുടെ കഴുത്തിൽ കാണുന്ന പോലെ ലവിന്റെ ഷേപ്പില് ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. അതായത് ഇത് 2029 നിത്യ ജനിച്ചതും 2029 ഈ ജനിച്ചിരിക്കുന്ന കുട്ടിയാണ് നിത്യ. താൻ ജനിച്ചതിന്റെ അന്ന് തന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുവെന്നും അതിനുശേഷം തന്റെ അമ്മയെ നഷ്ടപ്പെട്ട ശേഷം 2030 തന്നെ മറ്റൊരു വ്യക്തി അഡോപ്റ്റ് ചെയ്ത് വളർത്തുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ നിത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ തന്നെയായിരുന്നു. ആ കുട്ടിയാണ് ഇന്ന് വളർന്നു വന്ന് നിൽക്കുന്ന നമ്മുടെ ഈ നിത്യ. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ പേടിച്ചത് യുഗനാണ്. നിത്യ ജനിച്ചതിന്റെ അന്ന് അവളുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത്. യുഗൻ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, എന്നെ രക്ഷിക്കാൻ. എന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോഴും അവൻ ആകെ പാനിക്കായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ അടുത്ത് നിന്നിരുന്ന അവന്റെ കൂട്ടുകാരനാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുന്നത്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനോട് സോറി പറയുന്നു. ആ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛൻ താനാണെന്നും യുഗന്റെ വൈഫുമായിട്ട് ഇവനൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും. അതായത് യുഗന്റെ വൈഫിനും യുഗന്റെ ഈ കൂട്ടുകാരനും ജനിച്ച കുഞ്ഞാണ് നിത്യ. നേരത്തെ യുഗന്റെ വൈഫ് ഇവനെ നോക്കി പറഞ്ഞില്ലേ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നിത്യാന്ന് പേരിടാമെന്ന്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഞാൻ ഈ കുഞ്ഞിന് നിത്യാന്ന് പേരിടാൻ പോവുകയാണെന്ന്. അത് യുഗനെ നോക്കിയായിരുന്നില്ല പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. യുഗന്റെ ബാക്കിൽ നിന്നിരുന്ന ഇവന്റെ ഈ കൂട്ടുകാരനെ നോക്കിയായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പും അവന്റെ കൂട്ടുകാരൻ അവനോട് പറയുന്നുണ്ട്, എന്നോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത്, അറിയാതെ സംഭവിച്ചു പോയതാ, ഞാൻ നിന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല എന്ന്. യുഗൻ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത്. അവനും അവന്റെ വൈഫും തമ്മിൽ ഫിസിക്കലായിട്ടൊന്നും നടന്നിട്ടില്ല. അവൾ പ്രഗ്നന്റ് ആയത് അവന്റെ കൂട്ടുകാരനിൽ നിന്നാണ്. യുഗം പ്രണയിച്ച നിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ അവന്റെ വൈഫിന് അവന്റെ കൂട്ടുകാരനില് അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ്. ഇതെല്ലാം ആലോചിച്ച് ഞെട്ടിത്തിരിച്ചിരിക്കുന്ന യുഗനെ കാണിച്ചുകൊണ്ടാണ് ഈ മൂന്നാമത്തെ സ്റ്റോറി ശില്പ അവസാനിക്കുന്നത്.
അവസാനിപ്പിച്ചത്. എല്ലാം കേട്ട് നമ്മുടെ പ്രൊഡ്യൂസറിന് BP കൂടിയിരിക്കുകയാണ്. ആ സമയം ശില്പ ശരിക്കും താൻ ആരാണെന്നും താൻ എന്തിനാണ് ഇയാളുടെ അടുത്ത് വന്നതെന്നും തുറന്നു പറയുന്നു. ഞാനും നിങ്ങളുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണ്, അവൾ ലെസ്ബിയൻ ആണെന്നുള്ള സത്യവും ഷെരീഫ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവും എല്ലാം തന്നെ ശില്പ അയാളോട് തുറന്നു പറയുന്നു. അയാൾക്ക് ശരിക്കും വട്ടുപിടിക്കുന്ന അവസ്ഥയായിരുന്നു. ദേഷ്യവും വരുന്നു, കരച്ചിലും വരുന്നു, ചിരിയും വരുന്നുണ്ട്. എല്ലാ ഇമോഷനും കൂടെ ഒരുമിച്ച് വന്ന് അയാൾക്ക് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി. ആ സമയം പുറത്ത് ഇയാളെ കാണാനിരുന്ന ആ ഡോക്ടറും ഇയാളുടെ മരുമകനും അവിടെ ഓടി വരുന്നുണ്ട്. അയാളെ പരിശോധിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് ഡോക്ടറാകട്ടെ ഷെരീഫിനോട് എന്തോ പോയി സംസാരിക്കുന്നു. എന്തു പറ്റിയെന്ന് ശില്പ ചോദിക്കുമ്പോൾ ഷെരീഫ് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അത് പാർട്ട് 3 പറയാമെന്ന്. കാരണം ഹോട്ട്സ്പോട്ട് 2 എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ മൂവിയുടെ 3rd പാർട്ട് റിലീസാകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അത് റിലീസായാൽ ഉടനെ അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.